പുഴയിൽ 4 ലോഹഭാഗങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരമാണ് രക്ഷാ ദൗത്യ സംഘം സ്ഥിരീകരിക്കുന്നത്. വാഹനത്തിന്റെ ക്യാബിൻ വേർപെടാൻ സാധ്യതയില്ല എന്ന നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. 8 മീറ്റർ ആഴത്തിലാണ് സിഗ്നൽ ലഭിച്ചിട്ടുള്ളത്. നിലവിലെ അവസ്ഥയിൽ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധനയ്ക്ക് തടസ്സമുണ്ട്. കാരണം ഈ പുഴയിൽ ശക്തമായ അടിയൊഴുക്കുള്ളതുകൊണ്ട് തന്നെ അത് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലെ അവസ്ഥയിൽ മുങ്ങൽ വിദഗ്ധർക്ക് പരിശോധന നടത്താൻ പറ്റിയ ഒരു സാഹചര്യമല്ല. രാത്രിയിൽ ഡൈവ് ചെയ്യുമെന്നുള്ള വിവരം കൂടി അവർ പങ്കുവയ്ക്കുകയാണ്. ലോറിയുടെ ഉള്ളിൽ അർജുൻ ഉണ്ടോ എന്ന് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ലോറി ഉടൻ മുങ്ങിപ്പോകാൻ സാധ്യതയില്ല. ലോറി വെള്ളത്തിൽ മുങ്ങിയതിന് ശേഷം മരമൊഴുകി പോകാൻ സാധ്യതയുണ്ട്. ലോറിയുടെ ക്യാബിനും ബോഡിയും വേർപെടാൻ സാധ്യത കുറവാണ് എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് എന്നും രക്ഷാദൗത്യം ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുൻപിൽ വിശദീകരിക്കുകയാണ്. അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് 10ാം ദിനമായിരുന്നു. ലോകഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്ത് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് നാളത്തോടുകൂടി തീരുമാനമെടുക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം മേജർ ജനറൽ ഇന്ദ്രപാലൻ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം ഡ്രോൺ വെച്ചുകൊണ്ട് 3 സ്പോട്ട് ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ഇങ്ങോട്ട് നേവി തുടർന്ന് അങ്ങോട്ട് എല്ലാ രീതിയിലുമുള്ള അന്വേഷണം, പരിശോധന, സെർച്ചിങ് എല്ലാം തുടർന്ന് നടത്തും എന്നാണ് ഇന്നിവിടെ പറഞ്ഞിട്ടുള്ളത്. അതാണ് തീരുമാനം എന്നറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. നാവികസേനയുടെ പ്രവർത്തനം വൈകാനിടയുണ്ട്. ഒഴുക്കിങ്ങനെ മാറാൻ നിൽക്കുന്ന സാഹചര്യത്തിൽ എം പി അല്ല, നാളെ ഇപ്പം ഐ തിങ്ക് ഡിസ്കസ് വിത്ത് നാളെ ഏതായാലും അപ്പോ നേവിയുമായി സംസാരിച്ച് ഇപ്പൊ നേരത്തെ ആർമി എല്ലാവരും NDRF എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് നേരത്തെ മേജർ ജനറൽ ഇന്ദ്രപാലൻ പറഞ്ഞ പോലെ ഐഡന്റിഫൈ ചെയ്ത 3 പോയിന്റുകൾ അത് സെർച്ച് ചെയ്യാനുമുള്ള നടപടി ഉണ്ടാകും എന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ദ്രപാലൻ മലയാളിയാണ്. അദ്ദേഹം ചെന്നൈയിലാണ് താമസിക്കുന്നത്. മേജർ ജനറൽ ആയിരുന്നു. ബഹുമാന്യനായ MLA അറിയാലോ. കാരണം ഞാൻ അസംബ്ലിക്ക് പോലും പോകാതെ ഇതിന്റെ കൂടെ നിൽക്കുകയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഇൻവിറ്റേഷൻ മുഖവിലൊക്കെ എടുത്തുകൊണ്ട് അദ്ദേഹം ഇന്ന് രാവിലെ വന്നിട്ടുള്ളത്. തമിഴ്നാട് ഒരു ശരവണൻ മരിച്ചിരുന്നു. DNA മാച്ചായോ? നാളെ വരും. പ്രത്യേകിച്ച് മറ്റ് വിശദീകരണത്തിലേക്കൊന്നുമില്ല. ആധികാരികമായി മേജർ ജനറൽ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പ്രധാനമായും നമ്മുടെ മുന്നിലുള്ളത്. നമ്മളെ സംബന്ധിച്ച് ആശങ്ക പൂർണ്ണമായി ഒഴിഞ്ഞു മാറി എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തുടർന്ന് അങ്ങോട്ട് ഗവൺമെന്റും ജില്ലാ ഭരണകൂടവും അതോടൊപ്പം ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് കൂട്ടായി ചെയ്യാൻ കഴിയാവുന്നതിൻ്റെ പരമാവധി അതിൻ്റെ ഭാഗമായി ചെയ്യുക എന്ന് തന്നെയാണ്. അതിൽ മറ്റു അഭിപ്രായ ഭിന്നതകളൊന്നും ഈ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ കാണുന്നില്ല. എല്ലാ അർത്ഥത്തിലും പരമാവധി സഹകരണം മാധ്യമപ്രവർത്തകരുൾപ്പെടെ എല്ലാവരും ഈ ഒരു വലിയ ഓപ്പറേഷൻ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ. കേട്ടോ, ഇത് അർജുൻ കൂടാതെ 2 ഈ പ്രദേശത്തുള്ള 2 സഹോദരങ്ങൾ ഇത് പറഞ്ഞ പോലെ തന്നെ അവർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. 3 പേർക്കും വേണ്ടിയുള്ള ഒരു ഓപ്പറേഷനാണ് ഇവിടെ ആരംഭിച്ചിട്ടുള്ളത്. നമുക്ക് നിർബന്ധമായി ഇവരെ കണ്ടെത്തിയേ പറ്റൂ. അതാണ് MLA സൂചിപ്പിച്ചത്. കണ്ടെത്താൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഗവൺമെന്റ് തയ്യാറാണ്, അദ്ദേഹം തയ്യാറാണ്, ജില്ലാ ഭരണകൂടം തയ്യാറാണ്. അതുകൊണ്ട് മാധ്യമങ്ങളുടെ സഹകരണ കാര്യത്തിൽ കൃത്യമായി ഉണ്ടാകണം. കാരണം ഈ ഗവൺമെന്റും മിലിറ്ററിയും നേവിയും എല്ലാം തന്നെ നമുക്ക് വലിയ സഹകരണമാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ഇനിയും ഇത് കണ്ടെത്താൻ വേണ്ടി അവർ നമ്മോട് സഹകരിക്കും. നിങ്ങളുടെ എല്ലാം സഹകരണം ഉണ്ടാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കുന്നത്. എന്നാലും എത്ര നാളത്തേക്ക് ഈ ഓപ്പറേഷൻ നീങ്ങുമെന്ന് കരുതാൻ? എത്ര നാളത്തേക്കൊന്നുമില്ല. നമ്മൾ ഇന്ന് 100% പ്രതീക്ഷിച്ചത്. ഏതായാലും നമുക്ക് ട്രക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്രതീക്ഷിതമായി ഓരോ തടസ്സങ്ങൾ നമ്മുടെ മുമ്പിൽ വരികയാണ്. ഞങ്ങൾ ബഹുമാന്യ MPയും 3 MLAമാരും പ്രത്യേകിച്ച് സതീശ് MLA അടക്കമുള്ള ആളുകൾ ഞങ്ങളെല്ലാവരും ആ സ്പോട്ടിലാണ് ഇന്ന് മുഴുവൻ സമയം ഉണ്ടായത്. എല്ലാ ദിവസവും അതുപോലെയാണ്.